എന്തായാലും ഇത് ചരിത്രമാണ്. 35 സീറ്റുകളിൽ നിന്ന് 48ലേക്കുള്ള ഒരു കുതിപ്പ് BJP നടത്തിയിരിക്കുകയാണ്. കേവല ഭൂരിപക്ഷത്തിന് തൊട്ടടുത്താണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് NDA സഖ്യം. സ്വാഭാവികമായിട്ട് നമുക്ക് ഇനി അറിയേണ്ടത് എവിടെയൊക്കെയാണ് ഈ അവസാന ലാപ്പിൽ ഈ ഫോട്ടോ ഫിനിഷിംഗ് എന്ന് പറയാൻ പറ്റില്ല, ഈ അവസാന സമയത്ത് ക്ലൈമാക്സ് സീനിലെ ഏതൊക്കെയാണ് കൃത്യമായി തന്നെ ഏതൊക്കെ ഏരിയയിലാണ് എണ്ണുന്നതെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പ്രജിത്ത് ഉണ്ടോ? PCR പ്രജിത്തിലേക്ക് പോകണം. പ്രജിത്ത് കൗണ്ടിംഗ് നടക്കുന്ന മാറിവാനീസ് കോളേജിന്റെ പുറത്തുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ കരുവത്ത് ആശാനാഥന്റെ വലിയ വിജയം അതിൽ ആഘോഷിക്കുകയാണ് പ്രവർത്തകർ. വലിയ ആഘോഷം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. CPMന്റെ ആസ്ഥാനമായ AKG സെന്റർ നിലനിൽക്കുന്ന വാർഡിൽ CPM തോറ്റു. കണ്ണൂരിൽ CPM ജില്ലാ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് CPM തോറ്റു. പക്ഷേ ജനൻടിവിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന കരിമം വാർഡിൽ BJP ജയിച്ചിട്ടുണ്ട്. BJPയുടെ തീപ്പൊരി നേതാവാണ് ആശാനാഥ്. അതെ അതെ, തീർച്ചയായും. പ്രജിത്ത്, ആശാനാഥിന്റെ തെരഞ്ഞെടുപ്പ് വിജയാഘോഷങ്ങൾ തുടങ്ങിയോ തിരുവനന്തപുരത്ത്? ഒപ്പം മറ്റാഘോഷങ്ങൾ എങ്ങനെ നടക്കുന്നു? മാത്രമല്ല ഇപ്പോൾ ഒരു മന്ദഗതിയിലേക്ക് കൗണ്ടിംഗ് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെത് പോകുന്നുണ്ട്. BJP 49 വരെ എത്തി നിൽക്കുകയായിരുന്നു. ഇപ്പോഴെന്താണ് അപ്ഡേറ്റ് ചെയ്യാനുള്ളത് പ്രജിത്ത്? പറയൂ. എന്തായാലും നിലവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് പ്രകാരം ഉള്ള തെരഞ്ഞെടുപ്പ് ഫലം എന്നുള്ളത് നിലവിൽ 48 ഇടത്ത് NDA വിജയിക്കുകയോ മുന്നിട്ട് നിൽക്കുകയോ ചെയ്തിരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ ചേങ്കോട്ടുകോണം വാർഡിൽ നിന്നും വിജയിച്ച അർച്ചന മണികണ്ഠൻ ഇവിടേക്ക് എത്തുകയാണ്. അവർക്ക് പാർട്ടി പ്രവർത്തകർ സ്വീകരണം നൽകുന്ന ദൃശ്യം നമുക്ക് കാണാം. CPMന്റെ നിന്നുണ്ടായിരുന്ന വാർഡ് അത് പിടിച്ചെടുക്കുന്ന സാഹചര്യം ആണ് ഉണ്ടായത്. ചേട്ടാ സൈഡിലോട്ടിരിക്കുക. ഇപ്പോൾ അവർക്ക് സ്വീകരണം നൽകിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അർച്ചന, എടുത്തുയർത്തി ആവേശം പ്രകടിപ്പിക്കുകയാണ് സ്ഥാനാർത്ഥിയെ. ഇപ്പോൾ വിജയിച്ച ചേങ്കോട്ടുകോണം പിടിച്ചെടുത്ത അർച്ചന മണികണ്ഠനാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. ഒരുപാട് നന്ദിയുണ്ട്. ചേങ്കോട്ടുകോണം വാർഡിലെ എൻ്റെ പ്രിയപ്പെട്ട സമ്മതിദായകരോട് ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ മുന്നേ പൗടിക്കോണം വാർഡിന്റെ കൗൺസിലർ ആയിരുന്നു. പൗടിക്കോണം വാർഡിൽ നമുക്ക് വിജയിച്ചിട്ടുണ്ട്. പൗടിക്കോണത്തെ വോട്ടർമാരോടും ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. മുമ്പ് BJPക്ക് അത്ര ശക്തി ഉണ്ടായിരുന്ന സ്ഥലമല്ല. അതെ, പുതിയ വാർഡാണ് ചേങ്കോട്ടുകോണം. നഗരസഭയിലെ പുതിയ വാർഡാണ്. ഈ പുതിയ വാർഡിൽ ആദ്യത്തെ വിജയം BJPയുടെ വിജയം എന്ന് പറയുന്നത് CPM ശക്തി കേന്ദ്രമാണ്. CPMന്റെ ശക്തി കേന്ദ്രത്തിൽ നിന്നാണ് ജയിച്ചു വന്നത്. ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദി പ്രിയപ്പെട്ട വോട്ടർമാരോട്. ചേങ്കോട്ടുകോണം വാർഡിലെ എല്ലാ വോട്ടർമാരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. വീണ്ടും മറ്റൊരു ഇതാണ് അടുത്ത രൂപീകരിച്ച വാർഡാണ്. പക്ഷെ അതൊരു CPM ശക്തി കേന്ദ്രമായ ചേങ്കോട്ടുകോണത്ത് BJPയുടെ വെന്നിക്കൊടി പാറിച്ച അർച്ചന മണികണ്ഠനാണ് ഇപ്പോൾ സ്വീകരണം നൽകിയിരിക്കുന്നത്. അങ്ങനെ ഓരോ സ്ഥാനാർത്ഥികളായി പുറത്തേക്ക് വരുന്നുണ്ട് ശ്യാമ. ഇവിടെ ഇപ്പോൾ വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങളിലേക്ക് പോലീസ് കടക്കുന്നുണ്ട്. കാരണം വാഹനം ഗതാഗതം തന്നെ സാധ്യമാകാത്ത വിധത്തിൽ അത്രയധികം ആളുകൾ ഇവിടേക്ക് തടിച്ചുകൂടി എത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള വിജയിക്കുന്ന സ്ഥാനാർത്ഥികൾ ഓരോരുത്തരായി ഇവിടേക്ക് എത്തുന്നുമുണ്ട്. ചില സ്ഥാനാർത്ഥികളുടെ വിജയാഹ്ലാദം അത് വാഹനജാഥകളായി ഒക്കെ തുടരുന്നുമുണ്ട്. അങ്ങനെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള സ്ഥാനാർത്ഥികൾ പിടിച്ചെടുത്തിട്ടുണ്ട്. പ്രജിത്ത്, അത് മാത്രമല്ല ചെങ്കോട്ടുകോണം സ്വാമി സത്യാനന്ദ സരസ്വതിയുടെ ഒക്കെ മണ്ണുകൂടിയാണ്. ആശ്രമത്തിന്റെ കേന്ദ്രമാണ് ചെങ്കോട്ടുകോണം. അവിടെ BJP വിജയിച്ചിരിക്കുന്നു. ഇപ്പോൾ പത്തനംതിട്ടയിലെ ഈ ഒരു പ്രത്യേക സ്ഥലം, അതായത് ഓമല്ലൂരിലെ കൊടുമൺ എന്ന് പറയുന്നത് ഒരു CPMന്റെ വളരെ സ്വാധീന കേന്ദ്രമായിരുന്നു. ആ കൊടുമണ്ണിൽ BJP വിവിധ വാർഡുകളിൽ വിജയിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്, കേവല ഭൂരിപക്ഷത്തിലേക്ക് NDA തിരുവനന്തപുരം കോർപ്പറേഷനിൽ 51 സീറ്റുകൾ. കേവല ഭൂരിപക്ഷം ഒറ്റ സീറ്റ് കൂടി എത്തിയാൽ 101, 51. 51 മതി. 51 സീറ്റുകൾ കേവല ഭൂരിപക്ഷം എന്ന സംഖ്യയിൽ എത്തി നിൽക്കുന്നു. പ്രേക്ഷകരെ, ഇത് കേൾക്കുക, വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ്. കേരളത്തിൽ നിന്ന് ഇങ്ങ് തെക്ക് അനന്തപുരിയിൽ നിന്ന് ഞങ്ങൾക്കിതാ പറയാൻ പോവുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിച്ചെടുക്കാൻ പോവുകയാണ്. തലസ്ഥാനത്ത് ഗംഭീര മുന്നേറ്റം. BJP ഇതാ 51 സീറ്റുകളിലേക്ക് കടക്കുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഗൗതം
ഈ നിമിഷം. അങ്ങനെ തലസ്ഥാനത്ത് BJP ഭരണം യാഥാർത്ഥ്യമായിരിക്കുന്നു. ഒരു കോർപ്പറേഷൻ പിടിക്കുക എന്ന് പറയുന്നത് 4 or 5 നിയമസഭാ മണ്ഡലങ്ങളുടെ ഭരണം പിടിച്ചെടുക്കുന്നതിന് തുല്യമാണ്. ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്ന ഘട്ടത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി 4 മാസങ്ങൾക്ക് മുമ്പ് തലസ്ഥാന നഗരിയിൽ വന്ന് പ്രഖ്യാപിച്ചു പോയിരുന്നു. അന്ന് അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ പറഞ്ഞത് ഈ കോർപ്പറേഷന്റെ ഭരണം BJP കേവല ഭൂരിപക്ഷം ഒറ്റയ്ക്ക് നേടിക്കൊണ്ട് പിടിച്ചെടുക്കുമെന്നുള്ളതാണ്. അമിത്ഷായുടെ വാക്കുകൾ യാഥാർത്ഥ്യമായിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾ യാഥാർത്ഥ്യമായിരിക്കുന്നു. ഇതാ BJP പ്രവർത്തകരുടെ വലിയ ആഘോഷം തലസ്ഥാനത്തെങ്ങും കൊടുമ്പിരി കൊള്ളുകയാണ്. ഏതായാലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന രാജീവ് ചന്ദ്രശേഖരൻ ടീമിന് വലിയ തിരുവനന്തപുരം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, നേമം ഈ 4 നിയമസഭാ മണ്ഡലങ്ങൾ കൃത്യമായി തന്നെ ഉൾക്കൊള്ളുന്ന തിരുവനന്തപുരത്തെ 101 വാർഡുകൾ ഉൾപ്പെടുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ തിരുവനന്തപുരത്തിന്റെ ഹൃദയം അത് കവർന്നിരിക്കുകയാണ് BJP. ഈ നിമിഷം 51 സീറ്റുകളിലേക്ക് അനന്തപുരിയിൽ താമരപ്പാടം എന്നൊക്കെ പറഞ്ഞാൽ ഒറ്റ തെറ്റില്ല. അതും പ്രമുഖ മത്സരിച്ച സ്ഥാനാർത്ഥികളെല്ലാം വിജയിച്ചുകൊണ്ട് 150% BJP മുന്നോട്ട് വെച്ച പ്രമുഖ എല്ലാ സ്ഥാനാർത്ഥികളുടെയും വിജയം കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട്. തലസ്ഥാനം പിടിച്ച സംസ്ഥാനം പിടിച്ച പോലെ അങ്ങനെ പറഞ്ഞൂടെ. ഇനി മേയർ അതോടൊപ്പം തന്നെ ഡെപ്യൂട്ടി മേയർ ഒക്കെ ആരാണ് BJPയിൽ നിന്ന് വരാൻ പോകുന്നത് എന്ന ചർച്ചകളാണ്. നമ്മളിത് എന്തുകൊണ്ടാണ് വലിയ ആഘോഷമാകുന്നതെന്ന് പ്രേക്ഷകർ അറിയാം. അതെ. പടിപടിയായ വളർച്ച, കൃത്യമായ ആസൂത്രണം, വികസനം എന്ന മന്ത്രം മാത്രം. സുരേഷ് ഗോപിയോട് ചോദിച്ചു, രാജീവ് ചന്ദ്രശേഖരനോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ രാഷ്ട്രീയ അജണ്ട? രാഹുൽ മാങ്കൂട്ടത്തിൽ നോ. ശബരിമല സ്വർണ്ണ കവർച്ച പോലും പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. വികസനം, തിരുവനന്തപുരത്ത് വികസിത തിരുവനന്തപുരം, കൊച്ചിയിൽ വികസിത കൊച്ചി, പാലക്കാട് വികസിത പാലക്കാട്. വികസിത ഭാരതത്തിൽ നിന്ന് വികസിത കേരളം കെട്ടിപ്പടുക്കുന്നതിന്റെ തുടക്കം അനന്തപുരിയിൽ നിന്ന് വലിയ വിജയമായി വരുന്നു. കോർപ്പറേഷനാണ്. 6 കോർപ്പറേഷനുകളിൽ 1 BJP പിടിക്കുന്നു.